കൈയെത്തിക്കണ്ട മെയ്യെത്തിക്കണ്ട തന്നെത്താനൊന്നു പാടിടാം. ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം. നമ്മുടെ ആഗ്രഹങ്ങൾ പലതും എപ്പോഴും സാധിച്ചുവെന്നു വരില്ല. നമുക്ക് ചില ആഘോഷങ്ങൾ പല കാരണങ്ങളാൽ ഒഴിവാക്കേണ്ടി വന്നേക്കാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിരാശയല്ല പരിഹാരം. സ്വയം ഒരു പാട്ടുപാടി സന്തോഷിച്ചു നോക്കൂ. ജീവിതത്തിലെ ദുഃഖങ്ങളെയും വിഷമങ്ങളെയും ഓർത്തു വിഷമിക്കുന്നതിനുപകരം പ്രതീക്ഷയോടെ സന്തോഷമായി മുന്നോട്ടു പോവുക എന്നാണ് ഈ വരികളുടെ സാരം. ചിത്രം നോക്കൂ. കണ്ണിരുട്ടുകൾ മാറി നല്ലൊരു കാലം വരുമെന്ന് പ്രകൃതി നമ്മോട് പറയുന്നുണ്ട്. എങ്ങനെയാണിതു പറയുന്നത്? പൂത്തുനിൽക്കുന്ന കൊന്ന മനസ്സിന് നൽകുന്ന സന്തോഷം വളരെ വലുതാണ്. പ്രയാസങ്ങളുടെ ഇരുളുമാറി സന്തോഷത്തിന്റെ കാലം കടന്നുവരും എന്ന പ്രതീക്ഷ ഈ കാഴ്ച നമുക്ക് നൽകുന്നു. കിളികളുടെ പാട്ട്, ഇളങ്കാറ്റ്, തെളിനീരൊഴുകുന്ന അരുവി, മധുരമുള്ള പഴങ്ങൾ, മരത്തിന്റെ തണൽ ഇതെല്ലാം പ്രതീക്ഷയുടെ, നല്ല കാലത്തിന്റെ പ്രകൃതി നൽകുന്ന സൂചനകളാണ്. ചില്ലുകണ്ണാടി മുന്നിൽ ചെന്നിട്ട് നിന്നെത്താനൊന്നു കാണണം, കണ്ണാടിയുടെ മുന്നിൽ നിന്നാൽ തന്നെ താൻ കാണുമല്ലോ. പിന്നെന്തിനാവും കവി നിന്നെ താനൊന്നു കാണണം എന്ന് ഊന്നിപ്പറഞ്ഞത്? വിഷുക്കണിയൊരുക്കുവാൻ വെള്ളരിക്കയോ സമൃദ്ധിയുടെ പ്രതീകങ്ങളായ മറ്റു സാധനങ്ങളോ ഇല്ലെങ്കിലും കണ്ണാടിയുടെ മുന്നിൽ നിന്ന് സ്വന്തം പ്രതിബിംബം കാണുവാൻ കവി ആവശ്യപ്പെടുന്നു. വിഷാദത്തിൽ മുഴുകാതെ കണ്ണാടിയിൽ ദൃശ്യമാകുന്ന സ്വന്തം പ്രതിബിംബം കരുത്തും പ്രതീക്ഷയുമുള്ള ആൾരൂപമായി നോക്കി കാണുവാൻ നമുക്ക് കഴിയണം. അതിജീവനത്തിന്റെ പാഠങ്ങൾ സ്വന്തം പ്രതിബിംബത്തിൽ നിന്നും നമുക്ക് ആർജിക്കുവാനാകുമെന്ന് കവി ഓർമ്മിപ്പിക്കുകയാണ് ഈ വരികളിൽ. പര്യായപദങ്ങൾ: മഞ്ഞ്, തുഹിനം, ഹിമം, തുഷാരം. അന്തി, സന്ധ്യ, ദിനാന്തം, സായങ്കാലം. കണ്ണാടി, കാജം, മുകുരം, ദർപ്പണം. ശരീരം, മെയ്യ്, തനു, ഗാത്രം. പിരിച്ചെഴുതാം: കൈയെത്തിക്കണ്ട, കൈ പ്ലസ് എത്തിക്കണ്ട. പൂക്കണതെന്തിനാ, പൂക്കണത് പ്ലസ് എന്തിനാ. ഇല്ലിക്കൊമ്പത്തെ, ഇല്ലി പ്ലസ് കൊമ്പത്തെ. കുഞ്ഞിപ്പക്കി, കുഞ്ഞി പ്ലസ് പക്കി. അടച്ചിരുന്നാൽ, അടച്ച് പ്ലസ് ഇരുന്നാൽ. ചേർത്തെഴുതാം: വെള്ളി പ്ലസ് കാശ്, വെള്ളിക്കാശ്. കണി പ്ലസ് എങ്ങനെ, കണിയെങ്ങനെ. നിന്നെ പ്ലസ് താനൊന്നു, നിന്നെത്താനൊന്നു. കമ്പി പ്ലസ് പൂത്തിരി, കമ്പിപ്പൂത്തിരി. അക്കരയ്ക്ക് പ്ലസ് ഉടൻ, അക്കരക്കടൻ. പദം വികസിപ്പിക്കാം: കണ്ണിരുട്ടുകൾ, കണ്ണിലെ ഇരുട്ടുകൾ. ഇല്ലിക്കൊമ്പ്, ഇല്ലിയുടെ കൊമ്പ്. 3 കുട്ടികൾ കുന്ന് കയറുകയാണ്. കൈകളിൽ പൂക്കൂടിയും അതിൽ കുറച്ച് പൂക്കളുമുണ്ട്. പൂക്കൾ തേടി പോകുകയാണ്. അവർക്ക് പൂക്കൾ ലഭിച്ചിട്ടില്ല. എന്നാൽ ഈ കുന്നിനപ്പുറം ചെന്നാൽ വേണ്ടത്ര പൂക്കൾ സ്റ്റാർ ലഭിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവാം. വെല്ലുവിളികളെ നേരിട്ടാൽ, മുന്നോട്ടുപോവാൻ മടിക്കാതിരുന്നാൽ നേട്ടങ്ങളും ഉണ്ടാവും എന്ന സത്യം ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നു. ചെടികൾ നട്ടുപിടിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്താൽ പൂക്കൾക്കുവേണ്ടി അലയേണ്ടി വരില്ല എന്ന സൂചനയും ചിത്രം നൽകുന്നു.